നസീർ സാർ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ പടം റിലീസ് ചെയ്താൽ നൈറ്റ് എത്ര മണിയായാലും വിളിക്കും. പടം മോശമായിരുന്നെന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ലഞ്ചിന് വിളിച്ചു. നാളെ തൊട്ട് ഞങ്ങൾ സിനിമ എടുത്തു. അപ്പോൾ ശശികുമാർ ചോദിച്ചു, ഞങ്ങൾ അവിടെ ഡേറ്റ് ഇവിടെ ഡേറ്റ്, നിങ്ങൾക്ക് എന്താ, ഞാൻ 6 ദിവസം നിന്നാൽ പോരെ. അപ്പോൾ അതൊരു ഫെബ്രുവരി മാസമാണ്. പുള്ളി പറഞ്ഞു, ഇന്ന് തീയതി എത്ര, 25അല്ലേ, 26, 27, 28, 29, 30, 31, 6 ദിവസം വെച്ചോണ്ട്. സാറും മറന്നു ഫെബ്രുവരി 28 ദിവസം കൊണ്ടെന്ന് പറഞ്ഞിട്ട്. സുരേഷ് കുമാർ പ്രിയദർശിനിയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. മോഹൻലാലായിട്ട് പ്രിയൻ്റെ എൻട്രി വരുമ്പോഴാണ് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റും ബോയിങ് പടം ഞങ്ങൾ എടുക്കുന്നത്. അങ്ങനെ 2 പടം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മമ്മൂട്ടീനെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ 7 ആർട്സ് മോഹൻലാലിൻ്റെ കയ്യിലെടുത്തു. എൻ്റെ സിനിമ എൻട്രീന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ചത് തന്നെ സിനിമയിലാണ്. ദറ്റ് ഈസ് ഇൻ 1951. ഐ ബോൺ ഇൻ സിനിമ. എൻ്റെ അച്ഛൻ അന്ന് സിനിമയിലായിരുന്നു. അതിനു മുമ്പ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ലേന ചെട്ടിയാർ, അതായത് കൃഷ്ണ പിക്ചേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഉടമസ്ഥൻ, അങ്ങേര് 1940 സിനിമ എടുക്കാൻ തുടങ്ങുന്നത്. അങ്ങേര് PU ചിന്നപ്പ, ത്യാഗരാജ ഭാഗവതർ, പിന്നെ MGR ശിവാജി, അങ്ങനെ തമിഴ് പടങ്ങൾ എടുക്കുന്നതും നമ്മുടെ ഇവിടെ കേരളത്തിൽ വളരെ ഫേമസ് ആയിരിക്കുന്ന ലളിത, രാഗിനി, പത്മിനി, ആ ട്രിവാങ്കൂർ സിസ്റ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും എൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്നു. ഹീസ് കോൾഡ് എസ് ലേന ചെട്ടിയാർ. തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രൊഡ്യൂസറായിരുന്നു. അങ്ങേര് പല സൂപ്പർ ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് MGR അഭിനയിച്ച മധുരൈ വീരനാണ്. ദറ്റ് ഹസ് റൺ സക്സസ്ഫുള്ളി ഫോർ സോ മെനി മന്ത്സ് ഇൻ തമിഴ്നാട്ടിൽ ഓടിയ ഒരു പടമാണ്. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദർ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് എവിടെയോ ജോലിക്ക് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. ഞാൻ ജനിച്ചിട്ടുമില്ല. അപ്പോൾ എൻ്റെ അച്ഛനെ എൻ്റെ ഗ്രാൻഡ് ഫാദർ സിനിമയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ നേറ്റീവ് പ്ലേസ് കാരക്കുടി, അവിടെ നിന്ന് എൻ്റെ അമ്മയും അച്ഛനും ചെന്നൈയിലോട്ട് പോവുക. അങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ അങ്ങേരെടുക്കുന്ന തമിഴ് പടങ്ങളിന് കേരളത്തിലേക്കുള്ള ഒരു വിതരണ അവകാശം എൻ്റെ അച്ഛന് കൊടുത്തുകൊണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ പുള്ളി പ്രവേശിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കമ്പനിയുടെ പേര് സീത ഫിലിംസിനാണ്. എൻ്റെ അമ്മയുടെ പേരാണ് സീത. അങ്ങനെ സീത ഫിലിംസ് തുടങ്ങിയതാണ് എൻ്റെ അച്ഛൻ ഇവിടെ. അങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ അച്ഛൻ തമിഴ് പടങ്ങൾ ഒത്തിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ആ സമയത്ത് മലയാളം എടുക്കണമെന്ന് അച്ഛനൊക്കെ തോന്നിയപ്പോഴാണ് 1959 അന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഇന്ന് നമ്മുടെ സായികുമാരുടെ അച്ഛൻ, അങ്ങേരെ വെച്ചിട്ട് മിന്നൽ പടയാളി എന്ന് പറഞ്ഞിട്ട് 59 ഒരു പടം എടുത്ത് റിലീസ് ചെയ്യുന്നു. അന്ന് സിനിമാ കമ്പനി എല്ലാം എറണാകുളത്തോ ട്രിവാൻഡ്രത്തോ അല്ല, എല്ലാ സിനിമാ കമ്പനികളും കോട്ടയത്ത് ബേസ് ആയിരിക്കും. എല്ലാവരും കോട്ടയത്താണ് തൻ്റെ ഓഫീസ്. അങ്ങനെ എൻ്റെ അച്ഛൻ കോട്ടയത്ത് ഓഫീസ് തുടങ്ങുകയും ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവേശിച്ച് കോട്ടയത്ത് ഓഫീസ് തുടങ്ങുകയും പിന്നെ എറണാകുളം, ട്രിവാൻഡ്രം, പാലക്കാട്, കോഴിക്കോട്, ഇങ്ങനെ പല ബ്രാഞ്ചുകളായിട്ട് എൻ്റെ അച്ഛൻ വിതരണ രംഗത്ത് സജീവമായി നടന്നുകൊണ്ടിരുന്നു. പിന്നെ എല്ലാ ബിസിനസ്സും ഉള്ളതുപോലെ ഇതിൽ അപ്പും ഡൗണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ അടുത്ത് സിനിമ പ്രൊഡക്ഷൻ 59 ചെയ്തതിന് ശേഷം ഡിസ്ട്രിബ്യൂഷനിൽ അച്ഛൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ മലയാള പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. പക്ഷേ അതിൽ കുറച്ച് ഫെയിലിയർ കൂടുതൽ വന്നപ്പോൾ സിനിമ നിർത്തണോ വേണ്ടയോ എന്നൊക്കെ അച്ഛൻ ആലോചിച്ചപ്പോഴാണ് സത്യം മാസ്റ്ററെ കൊണ്ട് ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരാൾ ചെയ്യുന്ന പടത്തോടു കൂടിയാണ് അച്ഛൻ ജോയിൻ ചെയ്ത് സത്യം മാസ്റ്ററായിട്ട് ആ പടത്തിലേക്ക് പോകുന്നു. അപ്പോൾ സത്യം മാസ്റ്റർക്ക് സുഖമില്ല. അങ്ങേര് ക്യാൻസറായിട്ട് മാറുന്നു, ബ്ലഡ് ക്യാൻസറായിട്ട്. ആ സമയത്ത് ഞാൻ സ്കൂളിൽ വന്ന് പഠിക്കുന്നതാണ്. എൻ്റെ ഓർമ്മ പൂന്നമല്ലി റോഡിൽ ചെന്നൈയിൽ ഒരു ആശുപത്രിയിലാണ് എൻ്റെ അച്ഛനോടൊപ്പം പോകുന്നത്. അന്ന് മാസ്റ്റർ പറഞ്ഞത് സ്റ്റിൽ ഐ എം റിമെമ്പറിങ്, ചെട്ടിയാർ, എൻ്റെ ലൈഫ് ഈസ് ഷോർട്ട്, അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത്, നിങ്ങളുടെ വീട്ടിനടുത്തുണ്ടല്ലോ നസീർ, അങ്ങേരെ കണ്ടാൽ മതിയെന്ന് സത്യ മാസ്റ്റർ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ സത്യ മാസ്റ്ററോടുകൂടി ആ ഒരു പടം ചെയ്തിട്ട് പിന്നെ നസീർ സാറായിട്ടാണ് 1972 അച്ഛൻ്റെ എൻട്രി ബാക്ക്. എന്നുവെച്ചാൽ ഇൻഡസ്ട്രിയിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, വിട്ട കാശ് പിടിക്കുക എന്നുള്ളതിൽ. അന്ന് എൻ്റെ അച്ഛൻ ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് നസീർ സാറെ വെച്ചുകൊണ്ട് ബാസി, ബഹദൂർ, പിന്നെ ശാരദ മാഡം, പിന്നെ നമ്മുടെ ജയഭാരതി, ഇവരൊക്കെ വെച്ചിട്ടാണ് ജോസ് പ്രകാശ് ചേട്ടൻ
ഇവരൊക്കെ വെച്ചിട്ടാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് ഒരു പടം എടുക്കുന്നത്. അത് അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റായിരുന്നു ആ സമയത്ത്. അതോടുകൂടി എൻ്റെ അച്ഛൻ്റെ ഒരു 70% to 90% പ്രോബ്ലം സോൾവ് ആകുകയും അച്ഛൻ കോൺസ്റ്റൻ്റായിട്ട് മലയാള പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു എൻ്റെ എൻട്രി ടു ദ മലയാളം ഇൻഡസ്ട്രി. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് BCom ഞാൻ പഠിച്ചത്. അപ്പോൾ കല്യാണമൊന്നും ആയിട്ടില്ല. ആ സമയത്ത് എന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇറങ്ങി. ഞാൻ ഗ്രാജുവേഷൻ BCom പഠിച്ചത് കൊണ്ട് ചുമ്മാ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ബാങ്കിലേക്കൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ബാങ്കിൽ ജോബ് കിട്ടി. അങ്ങനെ ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജോബിൽ കയറുന്നു. അപ്പോൾ എൻ്റെ അനിയൻ അങ്ങേരും ഗ്രാജുവേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ മൈ അനിയൻ ലക്ഷ്മണൻ അങ്ങേരായിരുന്നു സിനിമയിൽ എവർഷൈൻ പ്രൊഡക്ഷൻസിൽ ജോയിൻ ആകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഫാദറും എൻ്റെ അനിയനും കൂടിയാണ് എവർഷൈൻ പ്രൊഡക്ഷൻസ് 1972 തുടങ്ങുന്നത്. ആ സമയത്ത് റെഗുലറായിട്ട് ഒരു കൊല്ലത്തിന് 2-3 പടങ്ങൾ എടുക്കും. പിന്നെ ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറകളൊക്കെ വിചാരിക്കും ഇത്രയാണ് കാസ്റ്റിനൊക്കെ. അന്ന് ഞാൻ കോളേജിൽ നിന്ന് വന്നതുകൊണ്ട് കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. എൻ്റെ ഇതിൽ ഇൻക്ലൂഡിങ് പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റി 12 പ്രിൻ്റാണ് ബ്രഹ്മചാരി റിലീസ് ചെയ്തത്. അതിൻ്റെ കോസ്റ്റ് 2.25 ലക്ഷം രൂപ. അത്രയേ തന്നെ ആയിട്ടുള്ളൂ. ആ 2.25 പോയി ഞാൻ 3 കോടി വരെ പടം എടുത്തിട്ടുണ്ട്. ഇപ്പം 3 കോടി പോയി 30 കോടിക്ക് പടം എടുക്കുക കേട്ടോ. അങ്ങനെ ഇൻഡസ്ട്രി വളർന്നു, റവന്യൂവും വളർന്നു, നഷ്ടവും കൂടി. അങ്ങനെ ഞങ്ങൾ 72 തൊട്ട് ഒരുപാട് പടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നസീർ സാറും ശശികുമാറുമാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു മെയിൻ സപ്പോർട്ടേഴ്സ്. ചെന്നൈയിൽ അങ്ങനെ 2-3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് കൊട്ടാരക്കര സാർ, പിന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത നെക്സ്റ്റ് ഡോറാണ് നമ്മുടെ സേതുമാധവൻ സാർ. അപ്പോൾ സേതുമാധവൻ സാർ വേറെ സൈഡിലെടുക്കും. മഞ്ജുളാസിൻ്റെ ഡയറക്ടറാണ് അങ്ങേര്. എവർഷൈൻ്റെ സ്ഥിരം ഡയറക്ടറാണ് ശശികുമാർ. പിന്നെ IV ശശി വേറെ സൈഡ് ഡയറക്റ്റ് ചെയ്യും. കൊട്ടാരക്കര ശ്രീധരൻ നായർ, AB രാജ് അങ്ങേരെ വെച്ചുകൊണ്ട് പുള്ളി പടം ചെയ്യും. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ വീട് എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ ഞങ്ങളെല്ലാം തൊട്ടടുത്തടുത്താണ്. മദ്രാസിലെ എൻ്റെ വീട്ടിനടുത്താണ്, തൊട്ടടുത്താണ് NT രാമാറാവ്, നാഗേശ്വർ റാവ്, ചിരഞ്ജീവി കുറച്ച് അകലെയാണ്, ഗീതാഞ്ജലി, രാമകൃഷ്ണ, സാവിത്രി, ജമിനി ഗണേഷ് എല്ലാം ആ സിനിമ റോഡിലാണ്. പിന്നെ എൻ്റെ വീട്ടിനടുത്താണ് കോടമ്പാക്കം ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ പലരും കേട്ടിട്ടുണ്ടാകും. 80 മദ്രാസ് മെയിലിൽ പറയുമായിരിക്കും. ആ കോടമ്പാക്കം ബ്രിഡ്ജിൻ്റെ ഗേറ്റ് അടഞ്ഞാൽ കംപ്ലീറ്റ് പ്ലൈമൗത്ത് വണ്ടികളുടെ കാറായിരിക്കും അവിടെ കിടക്കുന്ന. എല്ലാ സിനിമ നടന്മാരെ കാണാനായിട്ട് ആ 2 minutes 3 minutes ഗ്യാപ്പിൽ വരും. അങ്ങനെ ഞങ്ങളുടെ ജേണി പോയി. പിന്നെ സിനിമ ആയതുകൊണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് വരും. ഇത് ഒരു ചിലർക്ക് കോമഡി ആയിട്ട് തോന്നും. നസീർ സാറിൻ്റെ ഒരു ഹെൽപ്പിംഗ് ടെൻഡൻസിയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് T നഗർ ഹബീബുള്ള റോഡ്. നസീർ സാർ താമസിക്കുന്നത് മഹാലിംഗപുരത്ത്. ഇന്ന് അയ്യപ്പൻ ടെമ്പിൾ ഇരിക്കുന്ന ആ മഹാലിംഗപുരത്താണ് നസീർ സാറിൻ്റെ വീട്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ ബ്രഹ്മചാരി, മുറ്റത്തെ മുല്ല, പിന്നെ വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി, ഇൻ്റർവ്യൂ, അങ്ങനെ ഒരു 7-8 പടങ്ങൾ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത്. ഏതോ ഒരു പടം ടോട്ടലി വാഷ് ഔട്ടായിരുന്നു. അപ്പോൾ നസീർ സാർ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ പടം റിലീസ് ചെയ്താൽ അന്ന് നൈറ്റ് എത്ര മണിയായാലും വിളിക്കും. കളക്ഷൻ എന്താണ്, എൻ്റെ പടം ഓടിയോ, എത്ര പേര് വന്നു. അന്ന് 12 പ്രിൻ്റ് 14 പ്രിൻ്റ്, മാക്സിമം പോയാൽ 16 വരെ പോകില്ല. 12 സ്റ്റേഷൻ. ഇന്നത്തെ ആലപ്പുഴ വരെ അന്ന് റിലീസിങ് സ്റ്റേഷനിൽ കൗണ്ടായിട്ടില്ലാത്ത ഒരു സമയമാണ്. പാലക്കാടും ചിലപ്പോൾ കൗണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസരത്തിലായിരുന്നു 12 പ്രിൻ്റ് ചെയ്തപ്പോൾ പടം മോശമായിരുന്നെന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ലഞ്ചിന് വിളിച്ചു, ശശികുമാറിനെ വിളിച്ചു. നാളെ തൊട്ട് ഞങ്ങൾ സിനിമ എടുത്തോ. അപ്പോൾ ശശികുമാർ ചോദിച്ചു, ഞങ്ങൾ അവിടെ ഡേറ്റ് ഇവിടെ ഡേറ്റ്, നിങ്ങൾക്ക് എന്താ, ഞാൻ 6 ദിവസം നന്നാ പോരെ. വെറും 6 ദിവസം കൊണ്ട് പുള്ളി അഭിനയിച്ച് തീർക്കാനുള്ള ഒരു ഇതാണ് പുള്ളി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽപ്പിംഗ് ടെൻഡൻസി. അപ്പോൾ അതൊരു ഫെബ്രുവരി മാസമാണ്. പുള്ളി പറഞ്ഞു ഇന്ന് തീയതി എത്ര, 25 26, 27, 28, 29, 30, 31 6 ദിവസം വെച്ചോണ്ട്. സാറും പറഞ്ഞു ഫെബ്രുവരി 28 ദിവസം ഉള്ളെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ചിരിച്ചു. അങ്ങനെയൊക്കെ പടം ചെയ്ത് തരേണ്ടതാണ് നസീർ സാർ. ഒരു ഹെൽപ്പിംഗ് ടെൻഡൻസിയാണ് പുള്ളി. പിന്നെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെജീമിലിരുന്ന് നസീർ സാറെ വെച്ച് കളർ റെജീം വരെ പടം എടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രാൻസിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ സിനിമ കളറിലേക്ക് വരണം.
അപ്പം നസീർ സാർ വന്നതിന് ശേഷം എൻ്റെ അച്ഛൻ സോമൻ സുകുമാരൻ, യക്ഷിപ്പാറ വെച്ചിട്ട് ഷീല മാഡം, പിന്നെ വിൻസെൻറ്റ്, പിന്നെ ആരോ അങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്ന വേറെ ഹീറോസ് അതിനൊക്കെ എടുത്തിട്ട് അച്ഛൻ അങ്ങനെ ഒരു ഷിഫ്റ്റ് ആകുന്ന സമയത്താണ് സോമൻ സുകുമാരനിലിരുന്ന് എൻ്റെ അച്ഛൻ നസീർ സാർ, പിന്നെ മധു സാർ ഒരു 7-8 പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഐ വി ശശിയെ വെച്ച് ഞങ്ങൾ കുറേ എടുത്തു. ആ ഒരു കാലഘട്ടത്തിലാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇന്നും ഉള്ളതുപോലെ എന്താ പറയുക സബ്സിഡി, ഹൈദരാബാദിൽ സബ്സിഡി തരും. അതിൽ നമ്മുടെ സഞ്ജയ് ഔട്ട്ഡോർ യൂണിറ്റ് സഞ്ജയ് രഘുനാഥ് ഉണ്ടായിരുന്നു. പുള്ളി ഹൈദരാബാദ് ബേസ്ഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിലും പോയി 5-6 പടം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് 4 ലക്ഷം രൂപ തരാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഹൈദരാബാദിൽ ആ കാലത്ത് 2 ലക്ഷം രൂപ സബ്സിഡി തരുമായിരുന്നു. ഞങ്ങളുടെ കാസ്റ്റ് 5 ലക്ഷം രൂപ വരും, 4 ലക്ഷം രൂപ വരും. ആ ഇൻക്രീസ് ഒരു 10 ഇയേഴ്സിൽ 2-4 ലക്ഷം രൂപയാണ് കൂടിയിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ജോഷിയായിട്ട് കണ്ടുമുട്ടുന്നതും അതിന് അരീഫ ഹസൻ ജോഷിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ ഇതിഹാസം എന്ന് പറഞ്ഞ പടം, സോമൻ സുകുമാരൻ, നസീർ ശ്രീവിദ്യ, അങ്ങനെ അന്നത്തെ കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ പടമാണ്. അങ്ങനെ ഇതിഹാസം എടുക്കുന്നു, അതൊരു വലിയ സൂപ്പർ ഹിറ്റാകുന്നു. അടുത്ത് മധുസാരെ വെച്ചിട്ട് ആരംഭം എടുക്കുന്നു, അതും ഹിറ്റാകുന്നു. അതിനുശേഷം കൊടുങ്കാറ്റ് എടുക്കുന്നു. അങ്ങനെ നിറച്ച് ജോഷിയുടെ പടങ്ങളാണ്. ജോഷിനെ ഒരു വെച്ച് സൈഡ് ഞങ്ങൾ ഷൂട്ട് ചെയ്യും, വേറെ സൈഡ് അതർ ഡയറക്ടേഴ്സ് എടുക്കും. അപ്പോൾ എല്ലാ ഓണത്തിനും 8-10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഐ തിങ്ക് അപ് ടു 90 എവർഷൈൻ്റെ പടം ഓണത്തിനും വിഷുവിനും കേരളത്തിൽ ഉണ്ടാകും. അത് കളിക്കാതെ തിയേറ്ററുകളെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഒരു എക്സിബിറ്റർ സൈഡിൽ പോകുകയാണെങ്കിൽ അന്ന് 1300 തിയേറ്റർ ഉണ്ടായിരുന്നു. ആ 1300 തിയേറ്ററിൽ ഞങ്ങൾ 5-6 പേരാണ് പ്രൊഡ്യൂസർ അന്ന്, ഡിസ്ട്രിബ്യൂട്ടർ കം പ്രൊഡ്യൂസർ. സെൻട്രൽ പിക്ചേഴ്സ്, സെഞ്ചുറി, എവർഷൈൻ, പിന്നെ 7 ആർട്സ് വിജയകുമാർ പിന്നീട് വന്നു. പിന്നെ ബൽത്താസ് പിക്ചർ ഉണ്ടായിരുന്നു, ജിയോ കുട്ടപ്പൻ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ജിയോ കുട്ടപ്പൻ ഞങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് എല്ലാം സിനിമാനൊരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അതിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ തിരുവേങ്കട റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുണ്ട്, കൃഷ്ണ തിയേറ്റർ കൊയിലുണ്ട് ഉടമസ്ഥൻ തിരുവേങ്കട റെഡ്ഡിയാർ. പിന്നെ നാനായുടെ ഉടമസ്ഥൻ കൃഷ്ണാമി റെഡ്ഡിയാർ. അവർ രണ്ടുപേരും ബ്രദേഴ്സ്. കൃഷ്ണാമി റെഡ്ഡിയാറിൻ്റെ മോളാണ് കുമാരിയമ്മ, ഇന്ന് നാനായുടെ മാനേജിങ് എഡിറ്റർ കം ഡയറക്ടർ. അപ്പോൾ അവരാണ് ഒരുപാട് സിനിമയ്ക്ക് സഹായിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക്, ഡെന്നി ഫിലിംസിന്. ആ ഒരു അവസരത്തിലാണ് അച്ഛൻ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഞങ്ങൾ മമ്മൂട്ടിയിലേക്ക് അങ്ങനെ പോകുന്നു. അപ്പോഴാണ് ഇടവേളയ്ക്ക് ശേഷം കൊടുങ്കാറ്റ്, പിന്നെ മമ്മൂട്ടിയെ വെച്ച് ഞാൻ 8-10 പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ലാസ്റ്റിലേക്ക് വരാം. അപ്പോഴാണ് സുരേഷ് കുമാർ പ്രിയദർശിനിയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് അച്ഛനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അച്ഛൻ മോഹൻലാലിനെ വെച്ച് പടം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനത്തിൽ വരുന്നു. അതിനു മുൻപ് എൻ്റെ അച്ഛൻ മോഹൻലാലിനെ വില്ലനാക്കി വില്യംസ് ബെസ്റ്റ് ക്യാമറാമാൻ അന്നത്തെ സമയത്ത് അയാളെ വെച്ചിട്ട് കാളിയമർദ്ദനാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മമ്മൂട്ടീനെയും സെമി വില്ലനാക്കി നെടുമുടി വേണ ഹീറോവ. അങ്ങനെ ഒടുവിൽ കിട്ടിയ വാർത്ത എൻ്റെ ഫിനാൻസിൽ ആണ് ആ പടം നടന്നത്. അത് തൃപ്രയാറിൽ മൊത്തം ഷൂട്ടിംഗ് ആയിരുന്നു. അങ്ങനെ മമ്മൂട്ടിയായിട്ട് ഒരു സൈഡ് കണക്ഷനും മോഹൻലാലായിട്ട് സുരേഷ് കുമാറിൻ്റെ പ്രിയൻ്റെ എൻട്രി വരുമ്പോഴാണ് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റും ബോയിങ് പടം ഞങ്ങൾ എടുക്കുന്നു. അതിനുശേഷം പ്രിയനോടുകൂടി ചേർന്നിട്ട് തന്നെ ഞങ്ങൾ ചെപ്പ് എടുക്കുന്നു. അങ്ങനെ 2 പടം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മമ്മൂട്ടീനെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ 7 ആർട്സ് മോഹൻലാലിൻ്റെ കയ്യിലെടുത്തു. ആ സമയത്താണ് എൻ്റെ ഓർമ്മ. മോഹൻലാലും 7 ആർട്സും അവർ ഒരുപാട് പടങ്ങളിലോട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ മമ്മൂട്ടീനെ വെച്ച് പടം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഇരിക്കുന്നത് കൊണ്ട് ചില ഡൗൺ വന്നു. പടം വേണോ വേണ്ടയോ ഇരുന്നപ്പോഴാണ് ജോഷിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ സൈന്യം പടത്തിലേക്ക് പോകുന്നത്. സൈന്യം പടം പോയി, അതൊരു വലിയ പ്രൊഡക്ഷനായിരുന്നു. പിന്നെ മമ്മൂക്കായ്ക്ക് സുഖമില്ലാതെ വന്നു, ഈയാടെ മീസിൽസ്. അപ്പോൾ ഷൂട്ടിംഗ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെയും അത് മൊത്തം അവിടെ എയർഫോഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, പെർമിഷൻ കാര്യങ്ങളെല്ലാം ഡൽഹിയിലാണ്. അങ്ങനെ ആ ഒരു പടം ഷൂട്ട് ചെയ്ത് നന്നായിട്ട് റിലീസ് ചെയ്ത് ഓടി. ഇരുന്നാലും അത് വിചാരിച്ച അത്ര ഓടിയില്ല. അതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് കളക്ഷനിൽ അതിനുണ്ടായിരുന്നു. ബിക്കോസ് ആ സമയത്ത് വന്ന അപ്പോഷൻ പടങ്ങളായിരിക്കും. ആ സമയത്തായിരുന്നു 90, 91, 92 ഞാൻ ഡയറക്ടർ കമൽ,
ഡയറക്ടർ സത്യൻ അന്തിക്കാട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ സത്യനായിട്ട് ഒരു പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അങ്ങനെയാണ് സത്യനായിട്ടുള്ള ബന്ധം. അടുത്തടുത്ത പടം ഞാനാണ് നെഗറ്റീവ് റേറ്റ് ചെയ്തത്, മോഹൻലാൽ അഭിനയിച്ച പടം. അങ്ങനെ സത്യനായിട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടി. പിന്നെ സത്യനെ വെച്ച് ഞാൻ സന്ദേശം ചെയ്ത് ഇൻ ഗോട്ട് അവാർഡ്സ് എൻ്റെ വളർത്തി. ഇപ്പോഴും ആ സന്ദേശത്തിൻ്റെ ക്ലിപ്പിങ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇന്നസെൻ്റെയും കാര്യങ്ങളിലൊക്കെ ജയറാമൻ്റെ ഉണ്ട്, ശ്രീനിയുടെ ഉണ്ട്. അതൊരു പൊളിറ്റിക്കൽ സറ്റയർ കം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഗുഡ് ഫിലിം. അങ്ങനെ ആ പടം ചെയ്തു. പിന്നെ കമലായിട്ട് ഞാൻ ആയുഷ്കാലം ചെയ്തു, തൂവൽ സ്പർശം ചെയ്തു. അതിലാണ് നമ്മുടെ ജയറാം, സായികുമാർ, മുകേഷ്, പിന്നെ ഇന്നസെൻറ്റ്, സുരേഷ് ഗോപി. ആ ഒരു കാലഘട്ടത്തിൽ ഒരു 80s ലയറ്റ് വരുമ്പോൾ ബിജി തമ്പിയായിട്ട് ഞാൻ പരിചയപ്പെടാൻ അടുത്താകുന്നു. അങ്ങനെ ന്യൂ ഇയർ, പിന്നെ സത്യമേവ ജയതേ, പിന്നെ നമ്മൾ തമ്മിൽ, അതെൻ്റെ ലാസ്റ്റ് പ്രൊഡക്ഷനായിരുന്നു. അങ്ങനെ ബിജി തമ്പിയായിട്ട് ഞാൻ പടങ്ങളിൽ ചെയ്യുന്നു. സത്യമേവ ജയതേ, ദറ്റ് വാസ് ഓൾസോ എ വെരി എക്സ്പെൻസീവ് മൂവി ടു. ഇരുന്നാലും സുരേഷ് ഗോപിക്ക് ആ കാലത്തിൽ 2000 നല്ല തിയേറ്റർ റവന്യൂ കിട്ടിയ ഒരു പടമായിരുന്നു സത്യമേവ ജയതേ അന്നത്തെ സമയത്ത്. പിന്നെ എൻ്റെ പടങ്ങളെല്ലാം ഒരു സോഫ്റ്റ് കമേഴ്ഷ്യൽ ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അങ്ങനെ ഇതാണ്. കൂടുതൽ ജോഷി, പിന്നെ ശശികുമാർ സാർ, പിന്നെ IV ശശി, പിന്നെ സത്യനും സന്ധിക്കാടും, പിന്നെ കമലായിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. സൈന്യം പടം എനിക്ക് കുറച്ച് ഒരു ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക് പോലെ തോന്നിയാലും അതിൻ്റെ കളക്ഷൻ അതിൻ്റെ എഴുതുന്നപ്പോഴാണ് ഞാൻ നേരത്തെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാലുക്കരിയത്തായിട്ട് ഞാൻ മമ്മൂട്ടിയുടെ പടം ചെയ്തിട്ടുണ്ട്, ഒന്നും മിണ്ടാത്ത ഭാര്യ, മേനക, അവർ രണ്ടുപേരും വെച്ചിട്ട്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി ഓൺ എ ക്യാൻസർ പേഷ്യൻറ്റ്. നന്നായിട്ട് ഓടി. പക്ഷെ ആ സമയത്ത് അതിനും അപ്പോസിഷൻ. ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് വാശി എന്താണെന്ന് വെച്ചാൽ യവശേനക്ക് ഓണത്തിന് ഒരു പടം കൊടുക്കണം, മറ്റേ വിഷുവിന് ഒരു പടം റിലീസ് ചെയ്യണം. എത്ര പടം വന്നാലും നോക്കില്ല. നമ്മൾ ആപ്പോസിറ്റ് വെയിറ്റേജ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ പടം നമ്മുടെ ബാനറിൽ റിലീസ് ചെയ്തിരിക്കണം. അങ്ങനെ റിലീസ് ചെയ്തപ്പോഴാണ് ബാലുക്കരിയത്തായിട്ട് ഞാൻ കല്യാൺജി ആണെന്ന് ചെയ്തു. അതൊരു കോമഡി ഫിലിമായിരുന്നു. എന്നാലും ഇറ്റ് മെയ്ഡ് എ ഗുഡ് റെവന്യൂ ടു മീ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമ വേണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്ന സമയത്താണ് ഓൾറെഡി സത്യനായിട്ടുള്ള കണക്ഷൻ. പിന്നെ സിയാദായിട്ട് സത്യനെ ഞാൻ കണക്ട് ചെയ്യുന്നു. സിയാദ് സത്യനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ പടങ്ങൾ മോഹൻലാലിന്. അതെല്ലാം സിയാദ് കോക്കർ സെൻട്രൽ പിക്ചേഴ്സായിട്ടായിരുന്നു. പിന്നെ സിയാദ് കോക്കറിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വന്നാൽ കൊള്ളാമെന്ന് തോന്നിയപ്പോഴാണ് ഞാനും സിയാദും പിന്നെ കോട്ടയത്തുള്ള അനുപമ കൊച്ചുമോനും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് 3 ഏരിയവായിട്ട് ട്രിവാങ്കൂർ, കൊച്ചിൻ, മലബാർ 3 ഏരിയ 3 പേരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ കുറേ ഡിസ്ട്രിബ്യൂഷൻ പടങ്ങൾ ചെയ്തു. പിന്നെ സിയാദിൻ്റെ ഓൺ പ്രൊഡക്ഷൻ അതെല്ലാം നന്നായിട്ട് വന്നു. സിയാദോടൊപ്പം ഞാൻ സമരൻ ബദ്ലെ വരെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു മറവത്തൂർ കണവ് ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടി ദിലീപായിട്ടുള്ള വേറെ ഒരു പടം കൂടിയുണ്ട്, അനിൽ ബാബു ഡയറക്റ്റ് ചെയ്ത പടം. പിന്നെ അനിൽ ബാബു ഡയറക്റ്റ് ചെയ്ത ഉത്തമൻ, ആ പടവും ഞാൻ തന്നെയാണ് ജയറാം പറഞ്ഞിട്ട് അണ്ടർടേക്ക് ചെയ്തത്. പിന്നെ അനിൽ ബാബുവിനെ വെച്ചിട്ടും 1-2 പടങ്ങൾ ഞാൻ അണ്ടർടേക്ക് ചെയ്ത് പോവുകയായിരുന്നു.